ആറ്റിങ്ങൽ കരിച്ചിയിൽ ശ്രീ ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റിന്റെയും ശ്രീ ഗണേശോത്സവ സമിതിയുടെയും നേതൃത്വത്തിലുള്ള ശ്രീ ഗണേശോത്സവം 2024 ഭാഗമായി സ്വാഗത സംഘം കമ്മിറ്റിയും പുരസ്കാര വിതരണവും ജൂലൈ 28 ഞായറാഴ്ച വൈകുന്നേരം 3:30 ആറ്റിങ്ങൽ കച്ചേരിനട ഇന്നു ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. പ്രസ്തുത ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു. പൂജകൾ നടത്താൻ പോലും അനുവദിക്കാത്ത സമീപനം മാത്രമല്ല, ഇന്നലെ തിരുവനന്തപുരത്ത് മണക്കാട് മുത്തുവാഹനമാരിയമ്മൻ കോവിലിലെ പൂജാരിയെ പൂജ ചെയ്യുമ്പോൾ പൂജ മുടക്കിക്കൊണ്ട് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള വാർത്ത നിങ്ങൾ ചില ആളുകളെങ്കിലും ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകുന്ന വിശ്വസിക്കുകയാണ്. ഒരു ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. യൂണിഫോം ഇട്ട പോലീസ് ക്ഷേത്രത്തിൽ കടന്ന് പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജാരിയെ പിടിച്ചുകൊണ്ടുപോകുന്നു. ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു മതവിശ്വാസിയുടെ ആരാധനക്കിടയിലാണ് ഇത്തരത്തിലുള്ള കാര്യം സംഭവിക്കുന്നതെങ്കിൽ മസ്ജിദിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഉസ്താദിനെയാണ് അത് പ്രതിയാണെങ്കിൽ പോലും ഇങ്ങനെ ആക്ഷേപിക്കുന്നതെങ്കിൽ കേരളത്തിലെ സ്ഥിതിയുണ്ടാകുന്നത്. ചടങ്ങിൽ മുൻ അനർട്ട് ഡയറക്ടറും എഞ്ചിനീയേഴ്സ് ഓഫ് ഇന്ത്യ ചെയർമാനുമായ ഡോക്ടർ എം ജയരാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചാബിലെ പ്രശസ്ത സാഹിത്യകാരനും വേൾഡ് പീസ് ഫൌണ്ടേഷൻ ചെയർമാനുമായ ജർണൈൽ സിംഗ് ആനന്ദ് മുഖ്യാതിഥിയായി. അമർ ഹോസ്പിറ്റൽ MD ഡോക്ടർ പി രാധാകൃഷ്ണൻ, ഗണേശോത്സവ സമിതി പ്രസിഡന്റ് കിഴക്കില്ലം രാജേഷ് നമ്പൂതിരി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ, ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റ് ചെയർമാൻ ബൊക്ക മജിദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പഞ്ചാബിലെ പ്രശസ്ത കവി ജർണൈൽ സിംഗ് ആനന്ദ്, തമിഴ്നാട്ടിലെ പ്രശസ്ത കവിയും നോവലിസ്റ്റുമായ ശ്രീമതി പങ്കജം കൊട്ടാരത്ത്, ഗുജറാത്ത് സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കവയിത്രി മോളി ജോസഫ്, തമിഴ്നാട് ശ്രീവല്ലിപുത്തൂരിൽ നിന്നുള്ള പ്രശസ്ത എഴുത്തുകാരൻ അശോകൻ എരുലാൻഡി, കവിയും മലയാളം ഇംഗ്ലീഷ് ഭാഷാ നിരൂപകനുമായ വിദുര വി അശോക്, ആന്ധ്രാപ്രദേശിലെ പ്രശസ്ത എഴുത്തുകാരൻ സായി പ്രകാശ്, തെലങ്കാന ഗുജറാത്ത് സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ സിത്താര ബാലചന്ദ്രൻ എന്നിവർക്ക് കാവ്യശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. ഡോക്ടർ ബിജു രമേശ്, ചെയർമാൻ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ്, വിഷ്ണുഭക്തൻ MD ന്യൂ രാജസ്ഥാൻ മാർബിൾസ്, ജ്യോതിഷ് ചന്ദ്രൻ, ചെയർമാൻ ജ്യോതി സ്കൂൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാർവതീപുരം H പത്മനാഭ അയ്യർ, റോയൽ അജി, K അജയ്കുമാർ, പ്രിൻസിപ്പൽ ആസ്പയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, S ഷൈജു, ഇന്ദിര ഓഡിറ്റോറിയം, R നസീർ ഖാൻ, പ്രിൻസിപ്പൽ ഡിസയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, സന്തോഷ് MS ജ്വല്ലറി, ഡോക്ടർ സതീഷ് കുമാർ, ചീഫ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഗോകുലം മെഡിക്കൽ കോളേജ് എന്നിവർക്ക് ശ്രീ ഗണേശോത്സവ പുരസ്കാരവും, ശബരിമല മുൻ മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ആചാര്യ KR മനോജ്, ആർഷ വിദ്യാസമാജം, M സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ജനറൽ സെക്രട്ടറി യോഗക്ഷേമ സഭ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേദിക് റിസർച്ച് സെന്റർ, ആറ്റുകാൽ ദാമോദരൻ നമ്പൂതിരി, യോഗക്ഷേമ സഭ സംസ്ഥാന രക്ഷാധികാരി, ഡോക്ടർ K സുഭാഷ് പോറ്റി, ജ്യോതിഷത്തിന്റെ വരദാനം, അവധൂത് ഗുരുപ്രസാദ് ജി, മീറ്റ് മീ മെഡിറ്റേഷൻ സെന്റർ, അഡ്വക്കേറ്റ് AV ഗീതാകുമാരി, റിട്ടയേർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ, സ്കൈ യോഗ സെന്റർ തിരുവനന്തപുരം, G സുനിൽ ബാബു, ക്ഷേത്ര ശില്പകലാകാരൻ,
കെ സുരേഷ് കുമാർ പഞ്ചവാദ്യ കലാകാരൻ, ശരത് എസ് പഞ്ചവാദ്യ കലാകാരൻ, ശ്യാം ചന്ദ്രമാരാർ വൈക്കം ക്ഷേത്ര കലാപീഠം സോപാന സംഗീതം എന്നിവർക്ക് ആധ്യാത്മിക പുരസ്കാരവും നൽകി ആദരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാർത്ഥികളായ 100-ൽ-പരം കുട്ടിക്കവികളെയും പ്രധാന ക്ഷേത്ര പ്രസിഡന്റുമാരെയും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു.
ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് ഗണേശോത്സവം. സെപ്റ്റംബർ 7-ന് ശ്രീ ശാർക്കര ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന നിമഞ്ജന ഘോഷയാത്ര വർക്കല പാപനാശം കടവിൽ നിമഞ്ജന യജ്ഞത്തോടെ സമാപിക്കും. ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ.